സുപ്രഭാതം ബിഗ് ബോസ് ഡേ 52 ബിഗ് ബോസ് സീസൺ 7. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ലിവിങ് റൂമിലോട്ട് വിളിച്ചു ബിഗ് ബോസ്. എന്നിട്ട് അവിടുത്തെ ഇന്നലെ എന്താ പറയുക, സീക്രട്ട് ബാലറ്റ് എന്നൊരു സംഭവം വായിച്ചിട്ട്, ലെറ്ററിൽ വായിച്ചിട്ട്, അതായത് ജിഷിനും അനുമോളായിരുന്നു ഇന്നലെ ഇൻസ്പെക്ടേഴ്സായിട്ട്, ചെക്കിങ് ഇൻസ്പെക്ടേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നില്ല, ലൈക്ക് ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ സീക്രട്ട് ബാലറ്റിൽ കൂടെ ഒരാൾ ഔട്ടാക്കിയിട്ട് പുതിയൊരു ഇൻസ്പെക്ടറിനെ റീപ്ലേസ് ചെയ്യാനുള്ള പ്ലാനിലാണ് രാവിലെ തന്നെ ബിഗ് ബോസ് ചെയ്തത്. സോ എല്ലാവരും കൂടിയിട്ട് എഴുതി വോട്ടിംഗ് നടന്നു. എന്നിട്ട് അവിടുത്തെ കോണ്ടസ്റ്റൻസ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് അനുമോൾ നിന്നിട്ട് ജിഷിനെ ഔട്ടാക്കാനുള്ള ഡിസിഷൻ ആയിരുന്നു. എന്നിട്ട് ജിഷിന്റെ ഭാഗത്ത് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നത് സാബുമാൻ. അത് കണ്ടസ്റ്റൻസ് തന്നെയാണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും അലസതയോടെ ഭയങ്കര എന്താ പറയുക, ഇറസ്പോൺസിബിളായിട്ട് ഡീൽ ചെയ്ത നെവിനെ ടെർമിനേറ്റ് ചെയ്തു. സോ പുതിയ ഓണറിന് വേണം. ഓറഞ്ചിൽ ജ്യൂസ് ഉണ്ട്, പിന്നെ പുതിയൊരു ജ്യൂസ് ഫാക്ടറിയും കൂടി വരുന്നുണ്ട്, അതായത് മാംഗോ ജ്യൂസ് ഫാക്ടറി. സോ ലെമൺ, ഓറഞ്ച്, മാംഗോ. എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് വന്നത് ഷാനവാസ് ഓറഞ്ചിൻ്റെതും മാംഗോ ആര്യൻ. അതും വീട്ടിലെ ഹൗസ് മേറ്റ്സ് തന്നെയാണ് സെലക്ട് ചെയ്തത്. വേറൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലസതയോട് കളിച്ച നിവിനെയും പിന്നെ കോർഡിനേഷൻ ഇല്ലാണ്ടിരുന്ന സെക്യൂരിറ്റി ഇൻസ്പെക്ടർ, ചെക്കിംഗ് ഇൻസ്പെക്ടറിലെ ഒരാളായ ജിഷിനെയും പിടിച്ചിട്ട് ജയിലിലിടാൻ ബിഗ് ബോസ് പറഞ്ഞു. അത് എത്ര ടൈം ആണെന്നുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോഴാണ് അവരെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾ സെറ്റ് ഫോർ ഡേ 2 ഓഫ് വീക്ക്ലി ടാസ്ക്. റൗണ്ട് 3 ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി അതിന് മുന്നേ തന്നെ കിച്ചണിലോട്ടാണ് പോണത്. കിച്ചണിലോട്ട് വെസൽ ക്ലീനിങ്, അതായത് വെസൽ ക്ലീനിങ് ഇവിടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ നേരെ ആദില ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന് ഓടി വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ആദില ഈസ് എന്താ പറയുക, ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡായിട്ട് ആയിട്ട് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആദില. എന്തിനാണ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. മൂപ്പർക്ക് ഔട്ടാവാനുള്ള സ്വന്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവുമായിരിക്കും. ഇതിലൊന്നും മാസമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ നെവർ ഫെൽറ്റ് ആദിലയുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടല്ലോ. മെയിൻ ടാർഗറ്റ് അനീഷിനും തന്നെയാണ് ആദിലയുടെ. അത് എന്താണെന്നറിയില്ല. ചിലപ്പോൾ അനീഷിൻ്റെ പുറത്തത്തെ മാസ് ഫാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും അതിലേക്ക്. ബട്ട് വെരി ഇറിറ്റേറ്റിംഗ്. കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അതില ഈ സോ പാത്തറ്റിക് കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വെസല് വാഷ് ചെയ്യുമ്പോഴും അനീഷ് എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്, അതായത് ഉച്ചക്കത്തതാണ് ക്ലീനിങ്, രാവിലെ അല്ല, അങ്ങനെ എന്തൊക്കെ പറയുമ്പോൾ മൂപ്പറാള് മഗ് ക്ലീൻ ചെയ്യുമ്പോൾ അവിടുത്തെ പദപ്പത ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ട് അനീഷിനടുത്ത്. സോ ഇത്രക്കും ഭയങ്കര വെറുപ്പിക്കലും ഭയങ്കര ദേഷ്യമാണ് ലൈക്ക് അനീഷിൻ്റെ അടുത്ത് അതിലേക്ക്. ഐ ഡോണ്ട് നോ വൈ. എന്നാലും കാണുന്ന എനിക്ക് തീരെ തൃപ്തി തോന്നിയിട്ടില്ല അതിലൂടെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട്. വളരെ ചീപ്പായിട്ടാണ് തോന്നിയത്. ഒരു എടുത്ത് കളയാൻ തോന്നും ബിഗ് ബോസ് ഹൗസിൽ തന്നെ ആദിലനെ. ഐ ഡോണ്ട് നോ. എന്തോ ഒരു വലിയ റെപ്രസെന്റ് ചെയ്തിട്ടൊക്കെ വന്നു. ഇവരൊക്കെ ആണോ ഈ ഒരു കമ്മ്യൂണിറ്റിനെ, ഈ ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യണത്, ഈ ആദിലും നൂറൊക്കെ? എനിക്ക് ഇവര് ഒന്നും കൂടുതലൊന്നും പറയാനില്ല. ഐ ഡോണ്ട് സീ എ ഗുഡ് ഗെയിമർ ഇൻ ആദില. ഇപ്പോഴത്തെ ആദില വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. കാണുമ്പോൾ തന്നെ ടി വി ഓഫാക്കാൻ തോന്നും മൂപ്പരാൾ സ്ക്രീനിൽ വരുമ്പോൾ. അത്രക്കും ഇറിറ്റേറ്റിംഗ് ആൻഡ് പാത്തറ്റിക് ആയിട്ടുള്ള കോണ്ടസ്റ്റൻ്റ് ആയിട്ട് ആദില മാറിയിട്ടുണ്ട്. മൂവിങ് ഓൺ. എന്നിട്ട് ടാസ്ക് തുടങ്ങി. ടാസ്കിൽ ഇത്തവണ വലിയ കുപ്പികളുണ്ട്, ചെറിയ കുപ്പികളുണ്ട്. വലിയ കുപ്പികൾ 5 കോയിൻ്റെ ഇക്വലന്റ്, ഒരു ചെറിയ കുപ്പി എടുത്തു കഴിഞ്ഞാൽ 1 കോയിൻ ഇക്വലന്റ്. സോ 3 ഓണേഴ്സ് ഉണ്ട് ഇത്തവണ. ലെമൺ, മാംഗോ, ഓറഞ്ച്. മാംഗോ ആര്യൻ, ഓറഞ്ച് ഷാനവാസ്, ലെമണിൽ അനീഷ് തന്നെ. കുപ്പി കളക്ട് ചെയ്യാൻ വരുന്നു, അടിപിടിയാവുന്നു, സെയിം സ്റ്റഫ്, അടിപിടി, വലിച്ചു വാരുന്നു, അവിടുന്ന് അടിച്ചു മാറ്റുന്നു, അക്ബറിൻ്റെ അടുത്ത് അടിച്ചു മാറ്റുന്നു, അവിടുന്ന് അടിച്ചു മാറ്റുന്നു. എന്ത് ഒരു കുറേ കഴുതകളാണ് ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻസ്.
ഈ ഞാൻ സ്ട്രിക്ട്ലി ടോക്കിംഗ് ഫ്രം എ ബിഗ് ബോസ് സീസൺ 7 പെർസ്പെക്റ്റീവിലാണ്, ആസ് എ ഗെയിമർ പെർസ്പെക്റ്റീവിലാണ് ഞാൻ അവരെ കഴുതകളെന്ന് വിളിച്ചത്. അല്ലാണ്ട് അവർ ഔട്ട്സൈഡ് ക്യാരക്ടറല്ല. സോ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, അന്തം ബോധമല്ലാത്ത കുറേ ഒരു കോണ്ടസ്റ്റൻസ്, അതാണ് ബിഗ് ബോസ് സീസൺ 7ത്തെ കോണ്ടസ്റ്റൻസ്. ഒരു തേങ്ങയും അറിയില്ല, ഒരു കോപ്പും അറിയില്ല, ചുമ്മാ വന്ന് ഇവർക്ക് ആകെ കൂടി അറിയുന്ന കോണ്ടന്റ് ഒന്നെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ പേരിൽ അടി ഉണ്ടാക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലസിതമായിട്ടുള്ള കോണ്ടന്റ്, അതായത് അവർ പുതപ്പിന്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ ചെറുതായി ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മറ്റേ പ്രശ്നം, ലെസ്ബിയൻ പ്രശ്നം, മറ്റേ ട്രാൻസ് പ്രശ്നം, ഇതൊക്കെയാണ് ഇവരെ പ്രശ്നങ്ങൾ. ഒരു നല്ലൊരു ഗെയിം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കളിച്ച് സക്സസ്ഫുൾ ആയിട്ട് കളിച്ച് കാണിക്കുന്ന ഒരു ഒറ്റ ആള് പോലും ഈ ഒരു സീസണിലില്ല. വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സീസണാണ്. എന്ത് ഞാനിപ്പോഴും ആലോചിക്കുകയായിരുന്നു, ഇതിൻ്റെ ഒരു മേക്കേഴ്സ് ഉണ്ടാവില്ല, അതായത് അവർ എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഓരോ വീക്കിലത്തെ ഗെയിം അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് അത് ഓരോ വീക്ക് വരുമ്പോഴും എല്ലാ ഗെയിമും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിലിപ്പോൾ ഒരു ലാലേട്ടൻ ഈ വീക്കിൽ വന്നിട്ട് ഫ്രം എ വീക്ക്ലി ടാസ്ക് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ഓൺ എ വീക്ക്ലി ബേസിസ്, അത് ആ ടാസ്കിൻ്റെ ബേസിസിൽ അറിയില്ല. എന്തായാലും നല്ല ബോറിംഗ് ആണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളും ഞാൻ കൂടുതൽ പൊക്കി പറയുന്നില്ല, എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചാണ്. വളരെ മോശപ്പെട്ട കണ്ടസ്റ്റൻസ്. അതാണ് സീസൺ 7. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കാരണം എനിക്ക് ഇത് കാണും തോറും വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസൺ. പെട്ടെന്ന് അവസാനിച്ച് കിട്ടുന്നുള്ള ഒറ്റ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത്രക്കും ഇറിറ്റേറ്റിംഗ് ആണ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ്. ഇവർ വന്നിട്ട് ഇപ്പോൾ 8th വീക്ക് ഈസ് റണ്ണിങ്, ഒറ്റ ഒരു ഗെയിം നല്ലപോലെ കളിച്ചിട്ടുണ്ട് ഓടി ഉണ്ടാക്കാണ്ട്. ഇവന്മാരെ വിചാരം, ഈ മണ്ടന്മാരെ വിചാരം, ഇവന്മാരെ ഞാൻ പറഞ്ഞില്ല, ഡയറക്റ്റ് ഈ ഒരു കോണ്ടസ്റ്റൻസ് ആയിട്ടുള്ള മണ്ടന്മാരെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അടി ഉണ്ടാക്കുക, അതായിരിക്കും പുറത്ത് കോണ്ടന്റായി പോകണതും ഫാൻസ് ഉണ്ടാക്കാൻ പോകണം. അടിയില്ല, ചില സമയ കാര്യങ്ങളിൽ അടി ഉണ്ടാവണം, അഗ്രസീവ് ഉണ്ടാവും, ബട്ട് ഇറ്റ് ഡസൻ മീൻ എല്ലാതും അഗ്രസീവ് ആക്കണം എന്നല്ല. അതിന് ഓരോ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതൊന്നും അറിയില്ല, ചുമ്മാ കൊടുക്കുന്ന ബിഗ് ബോസ് കഷ്ടപ്പെട്ട് കൊടുക്കുന്ന എല്ലാ ടാസ്കും ചീറ്റിക്കളയുക, അതായത് അൺസക്സസ്ഫുൾ ആക്കുക. കഴിഞ്ഞ ഒരു ഹോട്ടൽ ടാസ്ക് ഇതേപോലെ നശിപ്പിച്ചു. അതേപോലെ തന്നെ വളരെ വലിയ ബുദ്ധിയും മൈൻഡ് സെറ്റും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണിത്. അതുപോലും ഇപ്പോൾ ഇന്നലെ 2 റൗണ്ട് നടന്നു, രണ്ടും റദ്ദാക്കപ്പെട്ടു. റൗണ്ട് 3യും റദ്ദാക്കപ്പെട്ടു. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ റൗണ്ട് 3 കളക്ട് ചെയ്തു. ഓരോ ആൾക്കാർ, ഓരോ ഓണേഴ്സിന്, ഓരോ ഏജന്റ് വന്നിട്ട് അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്, കുപ്പി വാങ്ങിപ്പിക്കാൻ വേണ്ടി ഇംപ്രഷൻ കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആദില, ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ് മടുത്തു, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് മോർ. ഇത്രയ്ക്കും ഓണറിൻ്റെ ആ ഒരു എന്താണ് സ്റ്റോളിൽ പോയി കയറി ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരാൾ നൂറ വന്നിട്ട് കുപ്പി മറിച്ചിടുക. അപ്പോൾ അനീഷ് എടുത്തു ലെമൺ വെള്ളം എന്താണ് വലിച്ചെറിഞ്ഞു ആ നൂറയുടെ മേലേക്ക്. അപ്പോൾ ഹൗ ക്യാൻ യു ബി അഗ്രസീവ്, ഹൗ ക്യാൻ യു ബി അഗ്രസീവ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക നൂറ. അവന്മാർക്ക് എന്തും ചെയ്യാം, തിരിച്ചെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ബി അഗ്രസീവ്. അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഫുഡിന് റെസ്പെക്ട്, എന്നിട്ട് അതിൽ കഴിഞ്ഞിട്ട് ആ മൊത്തം ലെമൺ ജ്യൂസ് എടുത്ത് താഴ്ത്തി കിട്ടും. അപ്പോൾ ഫുഡിനോടുള്ള റെസ്പെക്റ്റിൻ്റെ ഡയലോഗ് നൂറക്കൊന്നും അടിക്കാനില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് എൻ്റെ ബോട്ടിലൊക്കെ പുറത്തേക്ക് കിട്ടും, മൂക്കൾ ചവിട്ടുന്നുണ്ട് അനീഷ്, അതും തെറ്റ് തന്നെയാണ്. ബട്ട് അപ്പോൾ ഫുഡ് റെസ്പെക്റ്റ് എന്ന കാർഡായിട്ട് വന്നു അനൂറ. അതിൽ ഫുള്ള് ലെമൺ ജ്യൂസ് കൊടുത്ത് കളഞ്ഞപ്പോൾ അപ്പോൾ ആ ഡയലോഗ് ഒന്നുമില്ല. ഒരു ജാതി കഴുതകളാണ് ഈ ഒരു സീസൺ 7ത്തെ ഫുൾ കണ്ടസ്റ്റൻസ്. എന്നിട്ട് ഓരോന്ന് കഴിഞ്ഞ് അവസാനം ടുവേർഡ്സ് സാബുമാൻ ആൻഡ് അനു ആണ് എന്താണ് ഇതായി കിടക്കുന്നത്, അതാണ് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ആര്യൻ, അവരൊക്കെ എല്ലാവരും അവരേതായിട്ടുള്ള ഇത് വെച്ചു. ചെറിയൊരു മുടി കണ്ടു അനീഷിൻ്റെ കുപ്പിയിൽ. സോ അൺഹൈജീൻ ആണ്, എവറിത്തിങ് ഹാസ് ടു ബി മൂക്കൾ ഒറ്റ ബോട്ടിൽ എടുക്കുന്നത്. കാരണം ഒറ്റ ഇതിൽ വെച്ചിട്ടാണല്ലോ മിക്സ് ചെയ്തിട്ട് കയറ്റി എന്താണ് എല്ലാ ബോട്ടിലോട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഒന്നിൽ മുടി കണ്ടു കഴിഞ്ഞാൽ എല്ലാതും അൺഹൈജീൻ ആവും, ദാറ്റ് ഈസ് ട്രൂ. അനീഷിൻ്റെ പട്ടി ഷോ ആയിരുന്നു. ഇന്നലെ കാണിച്ചത് ഫയർ ആയിരുന്നെങ്കിൽ ഇന്ന് കാണിച്ചത് പട്ടി ഷോ ആയിരുന്നു. വളരെ സിമ്പിൾ. ഒന്നിൽ മുടി കണ്ടു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്, എല്ലാ ബോർഡും അൺഹൈജീനാണ്, അൺഹൈജീനായിട്ട് മാർക്ക് ചെയ്യണം. അത് ഇൻസ്പെക്ടേഴ്സ് പറഞ്ഞ വളരെ ശരിയാണ്. അതുപോലും എന്താണ് ഇപ്പോൾ അതുപോലും മനസ്സിലാക്കാത്ത ഒരു അനീഷ്. സോ ഇവിടെ നല്ലൊരു ഗെയിമേഴ്സ് എന്ന് പറയാൻ ഒരൊറ്റ ആളില്ല. ടുവേർഡ്സ് ദ എൻഡ്
അനു 2 ബോട്ടിൽ സെലക്ട് ചെയ്തു. രണ്ടും ഓറഞ്ച് അല്ല മാംഗോ ആണ്. ആര്യൻ്റെതാണ്. എന്നിട്ട് ടുവേഴ്സ് തന്നെ ഇപ്പം മൂപ്പരാൾ ഫ്രസ്ട്രേഷൻ കയറി അനീഷ എല്ലാം താഴ്ത്തിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇത് 2 കുപ്പി കറക്റ്റ് ആയിട്ടുണ്ട്, 2 ബോട്ടിൽ മാംഗോ. അത് മിസ്പ്ലേസ്ഡ് ആയി. എന്നിട്ട് ലിവിങ് റൂമിലോട്ട് വിളിക്കുന്നു ബിഗ് ബോസ്, പിന്നെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ തീരുമാനത്തിലെത്തിയോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ അടിയും വഴക്കും കല 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 കല. കൂടുതൽ ഡീറ്റെയിൽഡ് ഒന്നും പറയില്ല, ഒരു ആവശ്യമില്ല ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയണ്ടേ, കാരണം ഇറ്റ്സ് ഇറലവൻറ്റ്. ഇവന്മാരെ ഈ മണ്ടത്തരം കാണുന്ന നമ്മൾ മണ്ടന്മാരാണ്. ഞാൻ ഈ കാണുന്ന നമ്മൾ മണ്ടന്മാർ തന്നെയാണ്. കാരണം ഇവന്മാരെ ഈ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വലിയ മണ്ടന്മാർ തന്നെയായിട്ട് ഞാൻ പറയുന്നത്. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോന് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അത് ഈ സീസണിലോട് അത് ഭയങ്കര താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും TRP ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവില്ല, ഉറപ്പായും ഇൻക്രീസ് ആവില്ല. കാരണം ഒരു ഗെയിം ഒരു വീക്കിലി ഒറ്റ ടാസ്ക് എങ്കിലും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തൊരു ടൈമുണ്ടോ ഈ ഒരു സീസണിൽ? ഇല്ല. ഫുൾ ഫെയിലിയർ, ഫുൾ അടി പിടി, ഫുൾ ജലസിയാണ്, സെൽഫിഷ്, മറ്റുള്ളവർക്കൊന്നും കിട്ടരുത് എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ ജയിച്ചില്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഒന്നും ജയിക്കണ്ട, ആരും ജയിക്കണ്ട. എല്ലാവരുടെ മൈൻഡ് സെറ്റിൽ ഈ ഒരു ടാസ്ക് റൗണ്ട് ഇങ്ങനെ റദ്ദാക്കപ്പെടണം. ഈ മണ്ടന്മാർക്ക് അറിയില്ല, ഒരു കുപ്പിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു കോയിനെങ്കിലും വരുള്ളൂ. എന്നിട്ട് ആ കോയിനെങ്കിലും ഓരോ ഏജൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഒറ്റ കോയിന് പോലും വന്നിട്ടില്ല ഇതുവരെ. 3 റൗണ്ട് കഴിഞ്ഞു. അവസാനം നല്ലപോലെ എന്താണ് ഇൻസ്പെക്ടേഴ്സ് സെലക്ട് ചെയ്ത് വെച്ച 2 കുപ്പി കാണാണ്ടായി. സോ അതും കിട്ടാത്തത് കൊണ്ട് ലാസ്റ്റ് 0 ബോട്ടിൽസ്. എന്നിട്ട് ഫൈനലി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു റദ്ദാക്കപ്പെട്ടു. റൗണ്ട് 3 മിഷൻ ഫെയിൽഡ്. എന്ത് പറയാ, ഒരുപാട് സമയം, അതായത് സമയം നമ്മൾ മാറ്റി വെച്ച് കാണുന്ന പരിപാടി. ഈ മണ്ടന്മാർക്ക് ഒരൊറ്റ ടാസ്ക് പോലും കാണിക്കാൻ പറ്റാത്ത കുറെ ഒരു ബഞ്ച് ഓഫ് ജോക്കേഴ്സ്, അല്ലാണ്ട് വേറെ എന്താ പറയാ, വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ എപ്പിസോഡിൽ ടാസ്ക് കഴിഞ്ഞ് നേരെ അടി ഉണ്ടാക്കുന്നത് ഫുഡിന്റെ പേര്, അൺഹൈജീൻ്റെ പേര്, ഓരോരോ മണ്ടത്തരങ്ങൾ. അവർക്ക് വേണ്ടി ടാസ്ക് എന്താണ് കോണ്ടൻസ് അതാണ്. എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല, കൈ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി, കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റുക, കുലസിത ടോപ്പിക്, ഇത് മാത്രം അവന്മാർക്ക് അറിയുള്ളൂ. വേറെ ഒരു തേങ്ങയും ഈ ഒരു സീസൺ 7 കോണ്ടസ്റ്റൻസിന് അറിയില്ല. വളരെ ബോറിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. പ്രോമോ ഈ കുറെ കുപ്പി വലിച്ചെറിയത് കൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടന്നത്? ഒന്നും നടന്നിട്ടില്ല. 3 റൗണ്ടാണ് റദ്ദാക്കപ്പെട്ടത് ബോട്ടിൽ ഫാക്ടറിയിൽ. ഒറ്റ റൗണ്ട് പോലും സക്സസ്ഫുൾ ആയിട്ടില്ല. ഐ ഹോപ്പ് നാളെങ്കിലും ഒരു റൗണ്ടെങ്കിലും സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവന്മാർക്ക് വേണ്ടിയത് കിച്ചണിൽ അടി, ഫുഡിൻ്റെ പേരിൽ അടി, ഫുഡ് എന്താണ് അടിച്ചു മാറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുക. പിന്നെ ലക്ഷ്മി ജിസയിലായിട്ട് അടി ഉണ്ടാക്കുന്നു, മലയാളം അറിയില്ല, എന്താ അത് ഒരു താല്പര്യമില്ല ഇവിടെ പറയാൻ എനിക്ക്. അത് കഴിഞ്ഞ് മുട്ടായി അടിച്ചു മാറ്റുന്ന ആദിലിനെ കുറിച്ച് പറഞ്ഞ് മടുത്തു. ആ പെണ്ണ് പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൻ്റെ അതിൽ നിന്ന് എവിക്റ്റ് ആവണം എന്നൊരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ. ഈവൻ നൂറ ഈസ് ഓൾസോ ഇറിറ്റേറ്റിംഗ്. നൂറ ആദിലയുടെ കൂടെ കൂടിയിട്ട് അവന്മാർ എല്ലാവരുടെ അടുത്തും പറയും ഇൻഡിവിജ്വലായിട്ട് കളിക്കുക. ഇവന്മാർ എപ്പോഴും രണ്ടായിട്ടല്ല കളിക്കുന്നത്. ഡിഫറെൻറ്റ് കോണ്ടസ്റ്റൻ്റ് ആണ്, ബട്ട് കളിക്കുന്നത് രണ്ടായിട്ടാണ്. നൂറയുടെ ഒക്കെ ചില സ്വഭാവം കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ അയ്യോ, TV വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നുന്നു. അമ്മാതിരി കാണിച്ച കൂട്ടലാണ് നൂറ. ഒരു ടൈമിൽ ഐ ഫെൽ ഷീസ് എ ഗുഡ് ഗെയിമർ. ഒരു കോപ്പുമില്ല ഇപ്പോൾ, വെറും വെറുപ്പിക്കല്. രണ്ടാളും നല്ല വെറുപ്പിക്കല്, ആദില നൂറും. മുട്ടായി അടിച്ച് മാറ്റുന്നു അനീഷിൻ്റെ. അന്ന് മിറാഷിൻ്റെ സമയത്ത് ആസിഫ് അലി ഇവർ വന്നപ്പോൾ അവർ ടാസ്ക് വിജയിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മിഠായി കിട്ടിയിട്ടുണ്ട്, അത് അടിച്ചു മാറ്റിന് അതില ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷിനെ. ഐ ഡോണ്ട് നോ എന്താ ഉദ്ദേശം എന്ന്. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. വളരെ എന്താ പറയുക, ഭയാനകമാണ് ഈ ഒരു സീസൺ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കാൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു ഷോ അല്ല ലാലേട്ടനോടുള്ള ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ കണ്ടുപോകുന്നു ഈ ഒരു സീസൺ. അല്ലെങ്കിൽ എന്നേ നിർത്തും. വീഡിയോയിൽ ചെയ്യാൻ പോലും ഒരു കോണ്ടന്റ് ഇല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രക്കും മോശപ്പെട്ട ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ 7. എ ബഞ്ച് ഓഫ് ജോക്കേഴ്സ്, അത്ര തന്നെ. പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.